ഹലോ ഗൈസ്, അങ്ങ് പസഫിക് സമുദ്രത്തിൽ കിട്ടുന്ന ബനാമി ചെമ്മീന്റെ കൃഷി നമ്മുടെ ഇവിടെ മേനംകുളം വെട്ടുതുറയിൽ അതിൽ എന്നൊരു ചെറുപ്പക്കാരൻ നടത്തുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? നമുക്കിന്ന് അതിനെപ്പറ്റിയുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കൊറോണ കാലഘട്ടത്തിൽ അച്ഛന് തോന്നിയ ഐഡിയയെ മകൻ സപ്പോർട്ട് ചെയ്ത് തിരുവനന്തപുരം അതിരൂപതയുടെ 12 ഏക്കർ സ്ഥലം വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ ഒരു ചെമ്മീൻ കൃഷി ഇപ്പോൾ നടത്തുന്നത്. 3.5 കോടിയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വന്നത്. കടലിനോട് അടുത്തായതുകൊണ്ട് കടൽ വെള്ളം തന്നെയാണ് ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഹൈടെക് ഫാമിങ്ങിന് 2025 സംസ്ഥാന അവാർഡിൽ 1ാം സ്ഥാനമാണ് നമ്മുടെ അതിൽ ഫ്രാങ്ക്ലിന് കിട്ടിയത്. നമ്മളുടെ 3 ടയർ സിസ്റ്റം ആണ് ചെയ്യുന്നത്. നഴ്സറി, പ്രീ ഗ്രോട്ട്, ഗ്രോട്ട്. നഴ്സറിയിൽ നമ്മൾ 2 ദിവസം മുമ്പ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഷിഫ്റ്റ് ചെയ്ത കുഞ്ഞുങ്ങളെ കാണാം. ഞങ്ങൾ ആക്ച്വലി 2020 ഈ ചെമ്മീൻ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 ഡയമീറ്ററിൻ്റെ ടാങ്കായിരുന്നു. അത് സക്സസ് ആയതിനു ശേഷം 12 ഡയമീറ്ററിൻ്റെ 6 ടാങ്ക് വെച്ചിട്ട് കുറച്ചുകൂടി വലിയ രീതിയിൽ ചെയ്തു. അതും ഞങ്ങൾ സക്സസ്ഫുൾ ഒരു 4-5 ക്രോപ്പ് എടുത്തതിന് ശേഷമാണ് ഈ 5000 മീറ്റർ ക്യൂബ് വരുന്ന രീതിയിൽ ഇത്രയും വലിയൊരു ഫാം ഞങ്ങൾ ചെയ്തത്. ഈ വനാമി എന്ന സ്പീഷീസ് കൂടുതൽ നമ്മൾ ചെമ്മീൻ കുഞ്ഞുങ്ങളെ വാങ്ങാൻ തുടങ്ങിയതും ഒക്കെ ആ സമയത്ത് തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാർ വളരെ കുറവായിരുന്നു. കാര്യം അധികം ആർക്കും അറിയില്ലായിരുന്നു. പല ആൾക്കാരും തിലാപ്പിയ കൃഷിയിൽ നിന്നൊക്കെ വനാമിയിലോട്ട് മാറി വന്നുകൊണ്ടിരുന്ന ടൈമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇതിലോട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ട്രഡീഷണൽ നോളജോ പണ്ട് മുതലേ കിട്ടുന്ന അറിവോ ഞങ്ങൾക്ക് കുറവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതലും ടെക്നോളജി ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. പല ആൾക്കാരും ടെക്നോളജിയും ഈ സൂപ്പർ ഹൈ ഡെൻസിറ്റിയൊക്കെ പരീക്ഷിക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിൽ നിന്ന് മാറാനുള്ളൊരു റിസ്ക് എടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ്. ഞങ്ങൾ പുതിയ ആൾക്കാരായതുകൊണ്ട് തന്നെ ആദ്യമേ മുതൽ ഞങ്ങൾ ചെയ്തപ്പോഴും സൂപ്പർ ഹൈ ഡെൻസിറ്റിയിലാണ് തുടങ്ങിയത്. അതുകൊണ്ട് ഇപ്പം നിലവിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇവിടെ ലോക്കൽ സെയിൽസ് ഉണ്ട്, പിന്നെ അല്ലാണ്ട് കൂടുതൽ സെയിൽസും കംപ്ലീറ്റ്ലി ലുലുമാളിലാണ്. പിന്നെ എക്സ്പോർട്ട് ചെയ്യും. നമ്മൾ നേരിട്ടല്ല ചെയ്യുന്ന എക്സ്പോർട്ടിംഗ് കാര്യം നമ്മൾ പർച്ചേസ് കൂടുതലും സ്പെയിൻ, അമേരിക്ക, യൂറോപ്പിൽ തന്നെയാണ്. അപ്പോൾ 1 മീറ്റർ ക്യൂബിന് ഓൾമോസ്റ്റ് 250 അബവ് ആണ് നമ്മൾ പീസ് ഇടുന്നത്. അതാണ് എൻ്റെ ഡെൻസിറ്റി. അപ്പോൾ ഇതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചാണ് നഴ്സറിയിൽ സ്റ്റോക്ക് ചെയ്യുന്നത്. നഴ്സറിയിൽ നിന്ന് 1 മാസം കഴിഞ്ഞ് കൂപ്പിംഗ് മെത്തേഡിലൂടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എൻ്റെ സർവൈവലും മോർട്ടാലിറ്റി അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് ഫീഡ് കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇതിൻ്റെ 3 മാസവും ഇത് ഹാർവസ്റ്റ് ചെയ്യുന്നത് വരെ നമ്മൾ തന്നെ ബ്ലൈൻഡായിട്ട് ഫീഡ് ചെയ്യാം. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സർവൈവൽ അറിയുന്നത്. 2 ലക്ഷത്തിന് മേലാണ്. സീഡ് എടുക്കുന്നത് പോണ്ടിച്ചേരി അല്ലെങ്കിൽ ആന്ധ്ര. ഇപ്പൊ നിലവിലെ പോണ്ടിച്ചേരി സീഡ് വരുമ്പോ വളരെ കുഞ്ഞാണ്, കാണാൻ തന്നെ പാടായിരിക്കും. ഇതെന്താ ചെയ്യുന്നത്? ഇത് ആക്ച്വലി വെള്ളവും അറ്റ്മോസ്ഫിയറിക് എയറും കൂടി മിക്സ് ചെയ്ത് വെള്ളത്തിലോട്ട് തന്നെ വിടുന്ന ഈ മോട്ടർ. എന്താ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള വെള്ളം തന്നെ എടുത്ത് ഈ പൈപ്പ് ലൈനിലൂടെ കടച്ചു തരും. അപ്പൊ ഇതിലിരിക്കുന്ന ഇഞ്ചക്ട് ഉള്ള ഒരു വാക്യൂം ക്രിയേറ്റ് ആയി ആ വാക്സിൻ ഇതുവരെയുള്ള അറ്റ്മോസ്ഫിയറിക് എയർ വലിച്ചിടും. അറ്റ്മോസ്ഫിയറിലായി 21% ഓക്സിജൻ ഇതിലോട്ടാണ് മിക്സ് ആവും. അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ ഡി ഒരു 5 എബോ ഇപ്പോൾ നിർത്താൻ പറ്റും. ഇങ്ങനെ നിർത്തുന്നതുകൊണ്ടാണ് നമുക്ക് ഹൈ ഡെൻസിറ്റിയും സൂപ്പർ ഹൈ ഡെൻസിറ്റിയൊക്കെ ആണ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് 50-40 നിർത്തേണ്ടി വരും. നമ്മൾ ഇത്രയും ഹൈ ഡെൻസിറ്റി ചെയ്യുമ്പോൾ 24 hour ഓപ്ഷൻ കൂടെ. അതായത് മൈക്രോ ബബിളാണ്. ഇതിനേക്കാൾ പുതിയ ടെക്നോളജി നാനോ ബബിളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇപ്പം മൈക്രോ ബബിളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് ആവശ്യമുള്ളതാണ് എയർ, അമോണിയ, പിന്നെ കാർബൺ സൾഫർ. കാർബൺ സൾഫർ നമ്മൾ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ അത് കൂടുതൽ ആഡ് ചെയ്യാറ് ഇല്ല. കാര്യം ഇതിനകത്തുള്ള ബാക്കി കാര്യങ്ങൾ ഇതിനകത്തുള്ള ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള സാധനങ്ങളെല്ലാം കിട്ടിപ്പോകും. കാർബൺ സോഴ്സ് ആയാലും
പിന്നെ എയർ നമുക്ക് ഇങ്ങനെ കിട്ടും. അമോണിയ ഫിഷിന്റെ ഷ്രിമ്പിന്റെ ഫീക്കൽ വേസ്റ്റ് നിന്നും എക്സസ് ഫീഡ് നോക്കിയിട്ട് കുറഞ്ഞു. ടെമ്പറേച്ചർ ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ടെമ്പറേച്ചർ 28 to 32 ഇതിനകത്ത്. അപ്പം ചൂട് കൂടുന്ന സമയത്തൊക്കെ കൂടിയെന്ന് പറഞ്ഞ് വലിയ കുഴപ്പമില്ല. ടെമ്പറേച്ചർ താഴോട്ട് പോകുമ്പോൾ ഇത് അധികം ഫീഡെടുക്കില്ല. ഒരുപാട് മഴയുള്ള സമയത്ത് അത് മനസ്സിലാക്കിയിട്ട് തീറ്റ നേരെ പകുതിയാകും. അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ട്രേ ഉണ്ടല്ലേ നേരത്തെ എക്സ്പെമ്പർ നോക്കിയാൽ, ആ ട്രേയുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ തീറ്റ എത്രത്തോളം എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ അതിനൊരു കാൽക്കുലേഷനാണ്. ആ കാൽക്കുലേഷൻ അനുസരിച്ച് നമ്മൾ അതിനകത്ത് തീറ്റ ഇട്ടിട്ട് ഇത്ര ടൈം കഴിയുമ്പോൾ നോക്കണം. തീറ്റ അതിനകത്ത് കിടപ്പുണ്ടെങ്കിൽ ഫീഡിങ് എക്സസ് ആണെന്നാണ് അത് നമ്മൾ പറയാം. ഇത് പസഫിക് ഓഷ്യനിൽ മാത്രം വളരുന്ന ചെമ്മീനാണ് ഈ വനാമി ചെമ്മീൻ. അപ്പോൾ അതിന്റെ റൂട്ട് സ്റ്റോക്ക് ഓർഡർ ചെയ്യുന്ന ഹാച്ചറിക്കാർക്ക് ഈ ചെന്നൈ സിബയിൽ വന്ന് പ്രശ്നങ്ങളോ അസുഖമൊന്നും ഇല്ലാന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഹാച്ചറി പോകും. ഹാച്ചറിയിൽ നിന്ന് അത് മുട്ട ഐസാകെ തിരിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു PL 10 അല്ലെങ്കിൽ 8 റേഞ്ചിലൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഓർഡർ ചെയ്യുന്ന അനുസരിച്ചിരിക്കും. കേരളം ട്രിവാൻഡ്രം എയർപോർട്ടിൽ വരും, അല്ലെങ്കിൽ നമുക്ക് ബൈ റോഡും കൊണ്ടുവരാൻ പറ്റും. ഞങ്ങൾ ആക്ച്വലി ഈ ഫീൽഡേ അല്ല, ഞങ്ങൾ ഹോട്ടൽ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ 2 ഹോട്ടലുണ്ട്. അപ്പോൾ റൂംസ് ആണ് ഓൾമോസ്റ്റ് ഒരു 60ഓളം ഐസ് റൂം ഉണ്ടാവും. അപ്പോൾ കൊറോണ സമയത്ത് ഹോട്ടലൊക്കെ ഷട്ട് ഡൗൺ ചെയ്ത സമയത്താണ് നമുക്കൊരു അനദർ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിൽ ആലോചിച്ചതും ഫാമിങ്ങിലോട്ടൊക്കെ വന്നു. പിന്നെ ലാൻഡ് ലീസിനെടുത്തു. ആദ്യം ഒരു 5 ഡയമീറ്ററിൽ തുടങ്ങിയത്. 5 ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇത്രേ വരുള്ളൂ ഇതുവരെ. അതിൽ ചെയ്തൊരു 3-4 തവണ ചെയ്ത് പഠിച്ചു. പിന്നെ കുറച്ച് വലിയ രീതിയിൽ ചെയ്തു. ശേഷം ഇത്രയും വലുതായിട്ട് ചെയ്തു. ഇപ്പൊ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡോർ ഫാം. ഓൾമോസ്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ കിടക്കുന്നത് കുഞ്ഞാണ്. എത്ര വർഷമായി? ഇതിപ്പോ എത്ര നാളായി തുടങ്ങിയിട്ട്? ഞങ്ങൾ 2020 മുതൽ ഫീൽഡിലുണ്ട്. ലാർജ് സ്കെയിലായിട്ട് ഇപ്പോ 2 വർഷമാകുന്നത്. അപ്പൊ 3 മാസം വരെയാണ് ഇതിന്റെ ഫീഡിന്റെ ക്വാളിറ്റി വാട്ടർ പാരാമീറ്റേഴ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ കറക്റ്റ് 3 മാസത്തിൽ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അപ് ടു 4 months വരെ പോകും. 120 days വരെ പോകും. ഈ നടുക്ക് വരുന്ന ഏരിയ ഷ്രിംപ് ടോയ്ലറ്റ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു കോൺകേവ് ഷേപ്പിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യപ്പോഴും ആ ഡയറക്ഷനിലോട്ടാണ് നമ്മൾ ഇഞ്ചക്ടർ എല്ലാം തിരിച്ചു വെച്ചത്. അപ്പൊ അതിലൂടെ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായി കറങ്ങുന്നത്. അപ്പോൾ ഒരു സെൻട്രിഫ്യൂഗൽ സിസ്റ്റം വർക്കായി നമ്മുടെ എല്ലാ സെഡിമെന്റ്സും ഡെഡ് പീസ് ഉണ്ടെങ്കിൽ അതും എക്സസ് ഫീഡും എല്ലാം നമ്മുടെ ഷ്രിംപ് ടോയ്ലറ്റ് വരും. അപ്പൊ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഡ്രെയിനേജിലോട്ടുള്ള പൈപ്പിന്റെ വാൽവ് തുറക്കുമ്പോൾ അതുവഴി ഈ പറഞ്ഞ പോലെ എക്സസ് ഫീഡും എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതെല്ലാം അതുവഴി അങ്ങ് സക്ക് ചെയ്ത് പോകും. റൗണ്ട് ടാങ്കുകളിൽ ഒന്നും നമ്മുടെ റേസ് വേ ടാങ്കുകളുടെ 2 സൈഡിലും ഓരോന്നും അങ്ങനെ 2 എണ്ണമാണ് ഷ്രിംപ് ടോയ്ലറ്റ് ഓരോ ടാങ്കിലും ഉള്ളത്. കടലിൽ നിന്ന് പമ്പ് ചെയ്ത് വരുന്ന വെള്ളം സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ടാങ്കിലാണ് ഫില്ല് ചെയ്യുന്നത്. പിന്നീട് അത് സെറ്റിലായി കഴിഞ്ഞിട്ടാണ് അടുത്ത ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മോട്ടർ ഓരോ സൈഡിലായിരിക്കും. ഇവിടെ മോട്ടറുകളെല്ലാം ഒരു സൈഡിലാണ് വെച്ചേക്കുന്നത്. 8 മോട്ടർ വരും. ഇല്ല, സീഡില്ല. വെള്ളം സ്റ്റോർ ചെയ്തിരിക്കണം. ഇതിലേക്കുള്ള സീഡ് ഒരു 10-15 ദിവസത്തിനോട് വരും. ആദ്യം ഒരു 5 ഡയമീറ്ററിലാണ് ഈ ഒരു പരീക്ഷണം തുടങ്ങുന്നത്. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് 74 കിലോ കിട്ടി. പിന്നീട് അതിനെപ്പറ്റി കുറച്ചുകൂടെയൊക്കെ പഠിച്ച് റിസർച്ച് ചെയ്ത് ഒരു ലാർജ് സ്കെയിലിൽ തുടങ്ങാമെന്നൊരു തീരുമാനത്തിലെത്തുമായിരുന്നു. ഒരു BCom ഗ്രാജുവേറ്റും അതുപോലെ തന്നെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റും ആണ് നമ്മുടെ അതുലിനെ പഠിപ്പിച്ചതും. അതുലിൻ്റെ ഗുരു എന്ന് പറയുന്നത് നമ്മൾ രാവിലെ പോകുന്ന ഫിറ്റ്നസ് സെൻറ്ററിലെ മാസ്റ്ററാണ്. അപ്പോൾ സാറാണ് അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഇടം ഉണ്ടെന്ന് പോയി കാണാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇന്നിവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇത് ഫാമിനടുത്തായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമാണ് അതുലിൻ്റെ. അതിൽ രാവും പകലും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ 2025 കിട്ടിയ അവാർഡും പിന്നെ അല്ലാതെ അവാർഡ്സും ഒക്കെ ഇരിപ്പുണ്ട്. കരാട്ടയുടെ അവാർഡ്സും അതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.